ഹായ് പാർട്ട്നേഴ്സ്, സൗദിയിലുള്ള നമ്മുടെ കമ്പനിക്ക് ഒരു വർഷം ലാഭമില്ല, നഷ്ടമാണ് എന്ന് കരുതുക. എന്നാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ? തീർച്ചയായും വേണം. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 60 അനുസരിച്ച് നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നതല്ല, ഇനി ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് ഈ വിഭാഗങ്ങൾ? 1, സൗദിയിലുള്ള എല്ലാ റെസിഡന്റ് ക്യാപിറ്റൽ കമ്പനികളും, ഉദാഹരണത്തിന് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അഥവാ LLC. 2, സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന സൗദി പൗരനല്ലാത്ത ഒരു വ്യക്തി, അതായത് സ്വന്തം പേരിൽ ലൈസൻസ് എടുത്ത് ബിസിനസ് ചെയ്യുന്ന വിദേശികൾ. 3, സൗദിയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ PE ഉള്ള ഒരു നോൺ റെസിഡന്റ്. ഇവർക്കെല്ലാം ഏതെങ്കിലും വർഷം ബിസിനസ്സിൽ നഷ്ടമാണെങ്കിൽ പോലും കൃത്യസമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സൗദിയിലുള്ള ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ മുഅസ്സസ അക്കൗണ്ടിംഗ് മെത്തേഡിലേക്ക് മാറിയാൽ അവർക്കും ഈ നിയമം ബാധകമാണ്. ഇനി നമ്മൾ ബിസിനസ് നിർത്തിയാലോ? ഇൻകം ടാക്സ് നിയമം പറയുന്നത് ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ ആ തീയതി മുതൽ, നിർത്തിയത് മുതൽ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ അക്കാര്യം കാണിച്ച് ഒരു ഫൈനൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ആർക്കൊക്കെയാണ് ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇതിനുള്ള സമയപരിധി അഥവാ ഡെഡ് ലൈൻ എപ്പോഴാണ്? ഇക്കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.